നന്ദി ശ്രീ സന്ദീപാനന്ദഗിരി. വേദാന്തിയോട് തർക്കിക്കരുത്. വല്ല കീലേരി അച്ഛ മോഡലായിട്ടുണ്ടല്ലോ. ആത്മാവ് എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പം ഇദ്ദേഹം എവിടെ നിൽക്കുന്നതെന്ന് അറിയാവോ? ഇദ്ദേഹം ഇപ്പം നിൽക്കുന്നത് അത് പോയിട്ട് അതൊന്നും തൊട്ടിട്ടില്ല. അദ്ദേഹത്തിന് അറിയാം ഏതൊക്കെ തുടരുതെന്ന് അറിയാം. ഇതെങ്ങനെ ഈ സമയം തീർക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ആരാ മരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു, പറഞ്ഞിട്ടില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണങ്ങളിലേക്ക് പറയാം. ഈ ഉദാഹരണങ്ങൾ ഇതിനെ സ്ഥിരം ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം ഇദ്ദേഹം കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യം പറഞ്ഞത് ഉദയാസ്തമയങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴല്ല ഉള്ളൂ. സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ ഉദയാസ്തമയങ്ങൾ ഇല്ലല്ലോ. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഉദയാസ്തമയങ്ങൾ ഉണ്ട് എന്നുള്ളതോ ഉദയാസ്തമയങ്ങൾ ഇല്ല എന്നുള്ളതോ അങ്ങനെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഇല്ല. യാഥാർത്ഥ്യങ്ങൾ പ്രാദേശികവും കാലികവുമാണ്. അതാണ് പ്രധാനമായിട്ടും. ടെമ്പറലാണ്, പലപ്പോഴും ടെമ്പററിയാണ്, അത് ലോക്കൽ കൂടിയാണ്. നിങ്ങൾ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു അവസ്ഥയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നുള്ള നിങ്ങളുടെ നിരീക്ഷണം അവിടെ സാധുവാണ്. ഇപ്പോൾ മൈക്രോകോസവും മാക്രോകോസവും ഒക്കെ ഇദ്ദേഹം പറഞ്ഞു. വളരെ സൂക്ഷ്മ ലോകത്ത് സാധുവാകുന്ന നിയമങ്ങൾ മധ്യലോകത്ത് സാധുവാകണം എന്നില്ല. മധ്യലോകത്ത് സാധുവാകുന്ന നിയമങ്ങൾ ഒരുപക്ഷെ മാക്രോ ലോകത്തും സാധുവാകുന്നുണ്ടാകാം. പക്ഷേ ഇപ്പോൾ സൂക്ഷ്മ ലോകത്തെ നിയമങ്ങൾ പലപ്പോഴും നമ്മളുടെ സാധാരണ ലോകത്തെ അല്ലെ നമ്മൾ കാണുന്ന ഈ മിഡിൽ വേൾഡിന്റെ നിയമങ്ങളെ ഉല്ലംഘിക്കുന്നവയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നിങ്ങൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉൾപ്പെടെയുള്ള ദ്രവ്യ തരംഗ കണികയും തരംഗവും ഒരേപോലെ ആകുന്ന അതേപോലെയുള്ള ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എൻറ്റാങ്കിൾമെന്റ്, അതൊക്കെ ഒരു പർട്ടിക്കുലർ തലത്തിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ മാത്രം സാർത്ഥകമാകുന്ന സാധുവാകുന്ന നിയമങ്ങളാണ്. അപ്പോൾ പ്രാദേശികവും അതായത് ലോക്കലായിട്ടുള്ള ഗതിക്ക് അനുസൃതമായിട്ടുള്ള സത്യങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളാണ് ലോകമെമ്പാടുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് മൈക്ക് ചോദിക്കുമ്പോൾ ഇത് ഇലക്ട്രോൺ ആണ്, പ്രോട്ടോൺ ആണ്, കോർക്കാണ്, കുറച്ചുകൂടെ കൊണ്ട് വഴി ഇത് ബാങ്കിൽ നിന്ന് വന്ന സാധനമാണ്. ശരിയാണ്, ഇത് ബാങ്കാണ് കയ്യിരിക്കുന്ന സാധനം, ബാങ്കിൽ വന്ന വസ്തു തന്നെയാണിത്. ബാങ്കിലൂടെ, നക്ഷത്ര ഹൃദയങ്ങളിലൂടെ, നെബുലകളിലൂടെ, ഈ ഭൂമിയിലൂടെ വന്ന് ഉരുത്തിരിഞ്ഞ വസ്തുക്കളുടെ ഒരു സംഘാതം തന്നെയാണിത്. ഇതിന്റെ ചരിത്രം ഇങ്ങനെയാണ്. പക്ഷെ ഈ വസ്തുവിനെ നിങ്ങൾ വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നതും ബാങ്കായിട്ടല്ല, നിങ്ങളെ ക്വാണ്ടം ഫീൽഡായിട്ടല്ല, മറിച്ച് മൈക്കായിട്ട് തന്നെയാണ്. നിങ്ങൾ ഇതിനെ വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. കാര്യം അതാണ് നിങ്ങളെ നയിക്കുന്നത്. കാരണം നിങ്ങൾ പോലും ഒരു വ്യാവഹാരികമായിട്ടുള്ള ഒരു അസ്തിത്വമാണ്. നിങ്ങൾക്ക് മൂക്കുണ്ട് എന്നുവെച്ചാൽ മൂക്കുണ്ടോ? ഇല്ല. കോർക്കുകളല്ലേ, ക്വാണ്ടം ഫീൽഡ് അല്ലേ, ബാങ്ക് അല്ലേ, നിങ്ങളുടെ മൂക്കെന്ന് പറയുന്ന ബാങ്ക് അല്ലേ. മൂക്കിനൊരു ബാങ്ക് തന്നാലോ? ഒരു സത്യമല്ല. ഓരോ തലത്തിലും ഓരോ പ്രദേശത്തും ഓരോ കാലത്തിലും ബാധകമായിട്ടുള്ള ഡീൽ ചെയ്യാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളുള്ളത്. അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇതാണ് ഈ വേദാന്തമോ അല്ലെങ്കിൽ എല്ലാ മതാത്മകമായ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനം. ആത്യന്തികമായ സത്യവും ആത്യന്തികമായ യാഥാർത്ഥ്യവും എന്നൊന്നുണ്ട് എന്നുള്ളതാണ്. അത് ആത്മാവ് പോലെ ഡെല്യൂഷണലാണ്, ആത്മാവ് പോലെ വിഹ്വലതയാണത്. അങ്ങനെ ഒരു സാധനം ഇല്ല. അങ്ങനെ ഒരു സാധനം ആരും തെളിയിച്ചിട്ടുമില്ല, അങ്ങനെ തെളിയിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയല്ല ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. ഒരു വസ്തുവിനെ അതിനെ അറിയുന്ന അളക്കാവുന്ന തലങ്ങളിൽ വെച്ച് അളന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിനുപരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സയൻസാണ്. നമുക്കിപ്പോൾ പല വേർഡ്സും നമുക്ക് അറിയാൻ കഴിയില്ല എന്ന് വെച്ച് നമ്മൾ ഇല്ലെന്നല്ല പറയുന്നത്, മറിച്ച് സയൻസിന് അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള സ്പെക്കുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം പല തലങ്ങളിലും പലതാണ്. അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ആക്യുറസിയും ഇല്ല, യാഥാർത്ഥ്യവുമില്ല, ഒന്നുമില്ല. ഞാൻ കുമിള സമുദ്രത്തിന്റെ കാര്യം പറഞ്ഞു. കുമിളയും സമുദ്രവും തമ്മിലുള്ള ബന്ധമാണോ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ളത്? കുമിള സമുദ്രമാണ് എല്ലായ്പ്പോഴും. ഇറ്റ്സ് എ പാർട്ട്. എല്ലായ്പ്പോഴും അതിന്റെ പാർട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലുള്ള ജീവാത്മാവ് പരമാത്മാവിന്റെ ഭാഗം തന്നെയല്ലേ? അപ്പൊ നിങ്ങളിലൂടെ സഞ്ചരിക്കുകയും കർമ്മഫലം എന്ന് പറയുന്ന സാധനം എങ്ങനെ വരും? നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ മോഷ്ടിച്ചാലും കൊന്നാലും ഇടിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അതിന്റെ ഭാഗം തന്നെയാണ്. ഇത് തമ്മിൽ വ്യത്യാസമില്ല. ഈ കുമിളയും വെള്ളവും കടലും തമ്മിലുള്ള അനാളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കർമ്മം ചെയ്താലും നിങ്ങൾക്ക് പരമാത്മാവുമായി നിങ്ങൾ സാക്ഷാത്കാരത്തിലാണ്. യു ആർ നോട്ട് ഡിഫറൻറ്റ്. അങ്ങനെയല്ല പറയുന്നത്. ഏത് വേദാന്തിയാണ് പരമാത്മാവുമായി സാക്ഷാത്കാരത്തിലാണ് എല്ലായ്പ്പോഴും ജീവാത്മാവ് എന്ന് പറയുന്നത്? ഇനി അദ്വൈതം എന്ന് പറയുന്നത് എന്താ? ഒന്നാണോ? എന്തെല്ലാം തരം അദ്വൈതങ്ങളുണ്ട്. വിശിഷ്ടാദ്വൈതമില്ലേ? ദ്വൈതമില്ലേ?
ഇതെല്ലാം തന്നെ വേദാന്തം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരൊറ്റ ശിലയിൽ തീർത്ത ഒരു താത്വിക പദ്ധതി അല്ല. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഒന്നാണെന്ന് പറയുന്നവരുണ്ട്, വ്യത്യാസമാണെന്ന് പറയുന്നവരുണ്ട്, അവയിലെ ചെറിയ വ്യത്യാസങ്ങളും വലിയ വ്യത്യാസങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഓരോരോ സാങ്കല്പിക സിദ്ധാന്തങ്ങൾ. ഇദ്ദേഹം പറഞ്ഞ കുമിളയും സമുദ്രവും ഒരു കാരണവശാലും ജീവാത്മാ പരമാത്മാ ബന്ധവുമായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും തന്നെ നമുക്ക് ചെയ്യേണ്ടതില്ല.